അല്ലേ? ഇഷ്ടപ്പെട്ട ജോലിയല്ലേ? കഴിഞ്ഞ 7 മാസമായിട്ട് പലരും അമ്പലത്തിൽ പൂജകളൊക്കെ ചെയ്യുന്നുണ്ട്. അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാ, എനിക്ക് മനസ്സിലായി. പ്രാർത്ഥനകൾക്കെല്ലാം ഫലം കണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എത്ര സ്നേഹത്തിൻ്റെ പ്രാർത്ഥനകളല്ലേ, അത് ഫലം കിട്ടുമെന്ന് തന്നെയാണ് എനിക്കുള്ളത്. സന്തോഷം എല്ലാവർക്കും. നന്ദി ഓർത്തവർക്കും സ്നേഹിച്ചവർക്കും. നമുക്ക് ബാക്ക് ഓൺ ആക്ഷൻ. അവിടെ 3 ലൊക്കേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഷൂട്ടിംഗ് തുടങ്ങിയോ സീന? റോഷാക്കും നൻപകൽ നേരത്തുമൊക്കെ കണ്ട് അതിലെ അഭിനയം കണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ത്രില്ലടിച്ച് നിൽക്കുമ്പോഴാണ്, ഒരു പീക്കിൽ മമ്മൂക്ക ഇങ്ങനെ പോകുമ്പോഴായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹത്തിന്റെ അസുഖ വിവരം നമ്മൾ അറിയുന്നത്. സിനിമയിൽ നിന്ന് അദ്ദേഹം ഒരു ഇടവേള എടുക്കുന്നത്. പിന്നീട് നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ മടങ്ങി വരവിനായി കാത്തിരുന്നു, ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. അതിനൊക്കെയുള്ളൊരു ഫലം ഉണ്ടാവുകയാണ്. അദ്ദേഹം വീണ്ടും സിനിമാ സെറ്റിലേക്ക് എത്തുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നമ്മുടെ എല്ലാം മലയാളികളുടെ എല്ലാം ആ ഒരു സന്തോഷം അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നു. വലിയ സന്തോഷത്തിൽ അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ നമ്മുടെ മുന്നിലേക്ക് ആദ്യം വന്നു. അവിടെ അദ്ദേഹം പറഞ്ഞത് അത്രയും അദ്ദേഹത്തോട് കാണിച്ച സ്നേഹത്തിനും കരുതലിനുമുള്ള സ്നേഹവും നന്ദിയും തന്നെയാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കാരവാനിലേക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയി. അദ്ദേഹം മേക്കപ്പ് കഴിഞ്ഞ് ഇപ്പോൾ ഈ ലൊക്കേഷനിലേക്ക്, ഇതാണ് ഈ ബസ് ഭവൻ, ഇതിനകത്താണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നത്. ഇതിനകത്തേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. ഏതായാലും ഞാൻ അദ്ദേഹത്തിന്റെ ആ പുതിയ ലുക്ക്, ഈ സിനിമയിലെ ലുക്ക് കണ്ടിട്ടുണ്ട്. അത് ഈ സിനിമയുടെ ചില രഹസ്യങ്ങളായതുകൊണ്ട് ഇത് റിലീസ് ചെയ്യുന്നത് വരെ അത്തരം ദൃശ്യങ്ങൾ നമ്മളാരും പങ്കുവയ്ക്കാൻ പാടില്ലാത്തതുകൊണ്ട് അത് നമ്മൾ ചിത്രീകരിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ഷൂട്ടിങ്ങിനായി പോയി. അല്പസമയത്തിനകം തന്നെ ക്യാമറ അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് സംവിധായകൻ ആക്ഷൻ പറയും. ആ ലുക്ക് എന്താണെന്ന് പറയണ്ട, എങ്ങനെയുണ്ടെന്ന് പറ. അല്ല, ലുക്ക് എന്താണെന്ന് പറയണ്ട, എങ്ങനെയുണ്ടെന്ന് പറ. ലുക്ക് സൂപ്പറാണ്, സൂപ്പർ ലുക്കാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യ കാരണങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന്റെ രൂപത്തിലോ അദ്ദേഹത്തിന്റെ ചലനത്തിലോ ഒന്നും തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. മേക്കപ്പ് കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോഴും ചുറുചുറുക്കോടെ അദ്ദേഹം അകത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ കുറച്ചധികം അതിനെക്കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ രഹസ്യം ചിലപ്പോൾ പുറത്തായി പോകും. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല.